നമസ്കാരം. നമ്മളെല്ലാവരും ഒരുപാട് കാലം ആരോഗ്യത്തോടെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണല്ലേ? പക്ഷെ വെറുതെ കുറേ വർഷം ജീവിക്കുന്നതിൽ കാര്യമുണ്ടോ? ഓരോ ദിവസവും സന്തോഷത്തോടെ സമാധാനത്തോടെ എങ്ങനെ ജീവിക്കാം? അതിനുള്ള ഉത്തരങ്ങൾ തേടി നമുക്ക് ജപ്പാനിലെ 100 വയസ്സ് കഴിഞ്ഞവരുടെ ജീവിതത്തിലേക്കൊന്ന് എത്തിനോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴും തിരക്കാണ്, ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. എന്നാൽ ജപ്പാനിലെ ഒക്കിനാവ പോലുള്ള സ്ഥലങ്ങളിൽ ആളുകൾ വളരെ ശാന്തമായി സന്തോഷത്തോടെ 100 വയസ്സിനപ്പുറവും ജീവിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ വ്യത്യാസം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കൊരുമിച്ച് കണ്ടെത്താം. ഈ ദീർഘായുസ്സിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് അവരുടെ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ്. ഇതിന്റെയൊക്കെ തുടക്കം എവിടെയാണെന്നറിയാമോ? ജീവിതത്തിലെ വേഗതയെ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നതിൽ നിന്നാണ്. നമ്മുടെ ലോകം മുഴുവൻ സ്പീഡിന്റെ പുറകെ പായുമ്പോൾ ജപ്പാനിലെ ഈ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ്. ജീവിതത്തിന്റെ വേഗത കുറയ്ക്കുക. അതുതന്നെയാണ് സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് വലിയ വലിയ നേട്ടങ്ങൾക്ക് പുറകെ ഓടുന്നതിനു പകരം അവർ സന്തോഷം കണ്ടെത്തുന്നത് വളരെ ലളിതമായ കാര്യങ്ങളിലാണ്. എല്ലാ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ ജോലികളിൽ ശ്രദ്ധ കൊടുക്കുക, കുടുംബത്തോടും കൂട്ടുകാരോടുമൊപ്പം സമയം ചെലവഴിക്കുക, അങ്ങനെ ഓരോ നിമിഷവും ആസ്വദിച്ചു ജീവിക്കുക. അപ്പോ ഈയൊരു ജീവിത രീതിക്ക് പിന്നിൽ ഒരു പ്രത്യേക ഫിലോസഫിയുണ്ട്. എന്താണെന്നല്ലേ? നമുക്ക് നോക്കാം. വാബി സാബി. കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കുമല്ലേ? പക്ഷെ പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളും അതേസമയം വളരെ മനോഹരവുമാണ്. അപ്പോ എന്താണ് ഈ വാബി സാബി? സിമ്പിളായി പറഞ്ഞാൽ, പൂർണ്ണമല്ലാത്ത കാര്യങ്ങളിലെ സൗന്ദര്യം കണ്ടെത്തുക. ജീവിതത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന വാശി ഉപേക്ഷിക്കുക. ഉള്ളതിനെ അതെങ്ങനെയാണോ അതിനെ അതുപോലെ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അതാണ് വാബിസാബി. അതായത് ഇതൊരു വെറും ഫിലോസഫി മാത്രമല്ല, ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെയും മറ്റുള്ളവരുടെയും കുറവുകളെ അംഗീകരിക്കുന്നത്, പ്രായം കൂടുന്നതിനെ പോസിറ്റീവായി കാണുന്നത്, ആർഭാടമില്ലാതെ ജീവിക്കുന്നത്, ഇതെല്ലാം വാബിസാബിയുടെ ഭാഗമാണ്. ജീവിതത്തോടുള്ള അവരുടെ ആ ശാന്തമായ സമീപനത്തിന്റെ രഹസ്യം ഇതാണ്. അപ്പോ ഈയൊരു ചിന്ത, ഈയൊരു ലാളിത്യം അതവരുടെ ഭക്ഷണരീതിയിലും നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. ദീർഘായുസ്സിന്റെ രണ്ടാമത്തെ തൂണായ ഭക്ഷണത്തിലേക്ക് നമുക്ക് കടക്കാം. ഒക്കിനാവക്കാർക്കൊരു നിയമമുണ്ട്, ഹരഹാച്ചിബു. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷെ കാര്യം സിമ്പിളാണ്. വിശപ്പ് മാറിത്തുടങ്ങുമ്പോൾ തന്നെ ഭക്ഷണം നിർത്തുക. വയറ് നിറഞ്ഞ് പൊട്ടാറാകുന്നതുവരെ കഴിക്കാതിരിക്കുക. വളരെ ലളിതമായ എന്നാൽ വളരെ പവർഫുള്ളായ ഒരു ശീലം. ഇതാണ് ആ മാജിക് നമ്പർ 80%. എപ്പോഴും വയറ്റിൽ കുറച്ച് സ്പേസ് ബാക്കി വെക്കുന്നത് നമ്മുടെ ശരീരത്തിലൊരു തരം സ്ട്രെസ്, അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. സയൻസ് പറയുന്നത് ഇത് നമ്മുടെ കോശങ്ങൾ പെട്ടെന്ന് പ്രായമാവുന്നത് തടയുമെന്നാണ്. അപ്പോ എന്തൊക്കെയാണ് അവർ കഴിക്കുന്നത്? അവരുടെ ഡയറ്റ് എങ്ങനെയാണെന്നല്ലേ? കലോറി കുറഞ്ഞ എന്നാൽ പോഷകങ്ങൾ ഒരുപാട് അടങ്ങിയ ഭക്ഷണമാണ് അവരുടേത്. ഇലക്കറികളും പച്ചക്കറികളും ടോഫു, മധുരക്കിഴങ്ങ് ഇതൊക്കെയാണ് മെയിൻ. ഏറ്റവും പ്രധാനം, ഇവയിലെല്ലാം ആന്റിയോക്സിഡന്റുകൾ ധാരാളമുണ്ട്. ഇത് നമ്മുടെ ശരീരകോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിച്ച് ചെറുപ്പമായിരിക്കാൻ സഹായിക്കും. ശരി, ഇനി നമ്മൾ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യത്തിലേക്ക് കടക്കുകയാണ്, ചലനം. പക്ഷേ ഒരു മിനിറ്റ്, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ജിമ്മിലെ കഠിനമായ വർക്കൗട്ട് അല്ല ഇത്. ഈയൊരു വ്യത്യാസം നോക്കൂ. നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ജിമ്മിൽ പോയി ഭയങ്കരമായി വർക്കൗട്ട് ചെയ്യും, പിന്നെ കുറേ ദിവസം അനങ്ങുകയേയില്ല. പക്ഷേ ഓക്കിനാവയിലെ രീതി അതല്ല. അവരുടെ ഓരോ ദിവസവും ചലനമാണ്. നടക്കുക, തോട്ടത്തിൽ പണിയെടുക്കുക, അങ്ങനെ എപ്പോഴും ശരീരം അനങ്ങിക്കൊണ്ടിരിക്കും. അതൊരു ജോലിയായിട്ടല്ല, ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അപ്പോ ഇതാണ് ഇവിടത്തെ ഏറ്റവും വലിയ പാഠം. എത്ര കഠിനമായി വ്യായാമം ചെയ്യുന്നൂന്നല്ല, എത്ര സ്ഥിരമായി ചെയ്യുന്നതിലാണ് കാര്യം. എല്ലാ ദിവസവും ചെയ്യുന്ന ചെറിയ ലളിതമായ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ദിവസവും ഒരു 40 മിനിറ്റ് നടന്നാൽ പോലും മതി. അവരുടെ ഈയൊരു മൂവ്മെന്റ് സ്റ്റൈലിന് നല്ലൊരു ഉദാഹരണമാണ് ചിഗോങ്. ഇത് മെല്ലെയുള്ള ഒഴുകുന്ന പോലത്തെ ചലനങ്ങളും ശരിയായ ശ്വാസമെടുപ്പും മെഡിറ്റേഷനും എല്ലാം ചേർന്ന ഒന്നാണ്. ഇത് ശരീരത്തിനും മാത്രമല്ല മനസ്സിനും നല്ലൊരു റിലാക്സേഷൻ കൊടുക്കും, സ്ട്രെസ് കുറയ്ക്കും. ശരി, അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി ഇതെല്ലാം നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് നോക്കാം, അല്ലേ? അപ്പോ ചുരുക്കി പറഞ്ഞാൽ 3 കാര്യങ്ങൾ. 1. മനസ്സ്.
ജീവിതത്തിന്റെ വേഗത കുറച്ച് അപൂർണതയെ സ്നേഹിക്കാൻ പഠിക്കുക. അതാണ് വാബി സാബി. 2 ഭക്ഷണം. വയറിന്റെ 80% മാത്രം നിറയ്ക്കുന്ന ഹര ഹാച്ചിബു. 3 ചലനം. ദിവസവും പതിയെ പക്ഷെ സ്ഥിരമായി ശരീരം അനക്കുക. ഈ 3ഉം ഒന്നിച്ചു പോകുമ്പോഴാണ് യഥാർത്ഥ മാറ്റം വരുന്നത്. അപ്പോ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ കേട്ടതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരൊറ്റ കാര്യം ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പറ്റുമോ? ചിലപ്പോൾ അത് ഭക്ഷണം കുറച്ചുകൂടി സാവധാനത്തിൽ കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ ദിവസവും ഒരു ചെറിയ നടത്തം തുടങ്ങുന്നതാവാം. എന്തായിരിക്കും ആ ഒരു ചെറിയ മാറ്റം? ഒന്ന് ആലോചിച്ചു നോക്കൂ.